നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണെങ്കിലോ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ അബുദാബിയിലാണ് താമസം. എന്റെ വൈഫിന്റെ ഡിപെൻഡന്റ് വിസയിലാണ്. അവൾക്ക് ഞാൻ ദമാൻ ബേസിക്കിൽ മെറ്റേണിറ്റി കവറേജ് ഉള്ള ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. എടുത്ത സമയത്ത് 3020 ആണ് എനിക്കന്ന് ചാർജ് വന്നത്. ഇപ്പോൾ അതിന്റെ റിന്യൂവലിന്റെ സമയമായി. ദമാനിലെ ഫസ്റ്റ് റൂളാണ്, നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് 6 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെറ്റേണിറ്റി കവറേജ് കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഞാൻ റിന്യൂ ചെയ്യാൻ സമയത്ത് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, നിങ്ങളുടെ ഇൻഷുറൻസ് എംപ്ലോയറെ കീഴിലേക്ക് മാറ്റുകയാണെങ്കിൽ, വന്ന സമയത്ത് ആൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ആൾക്ക് ജോലി ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലേബർ കാർഡ് ഉള്ളതുകൊണ്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് മുഖേന അവരുടെ ഇൻഷുറൻസ് അതിലേക്ക് മാറ്റാം എന്നുള്ളത്. പക്ഷെ ഇതിലുള്ള ഒരു റിസ്ക് എലമെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ എന്റെ അടുത്ത് ദമാൻ എന്ന് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് കുറവ് വരാം. പക്ഷെ എന്റെ വൈഫ് ഓൾറെഡി പ്രഗ്നന്റ് ആണ്, ഇനി ഒരു കവറേജ് കിട്ടണമെങ്കിൽ വീണ്ടും 6 മാസം വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പലർക്കും അബദ്ധം പറ്റാറുണ്ട്. ചിലപ്പോൾ ഇൻഫർമേഷൻ അറിയാത്തവരുണ്ട്. പ്രഗ്നന്റ് ആയ ഒരാളുടെ ഇൻഷുറൻസ് ഒരിക്കലും നിങ്ങൾ പുതിയ എംപ്ലോയറെ കീഴിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഇൻഷുറൻസ് ആയിട്ടോ എടുക്കരുത്. നിങ്ങളത് കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ റിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കവറേജ് കിട്ടാൻ അത് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ 3020 ദിർഹംസ് വെച്ചിട്ട് തന്നെ അത് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പുതുതായിട്ട് ജോലി ഉള്ള ആളാണെങ്കിൽ എപ്പോഴും ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ കീഴിൽ എടുക്കാൻ ശ്രമിക്കുക. ആ കാശ് നമ്മൾ കൊടുത്താലും നമുക്കൊരു 1000 ദിർഹംസിന്റെ ലാഭം ഉണ്ടാവും. ഈ ഇൻഫർമേഷൻ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.